ഞാൻ ഈ നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, മനുഷ്യരെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നു. ഓക്കെ. ശരിക്കും നമ്മളിപ്പോൾ പുതിയ ആളുകൾ, പുതിയ കണക്ഷൻസ്, അങ്ങനെ ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു നിത്യം ഉപയോഗിക്കുന്ന ഒരു ഒരു യന്ത്രം, ശരിക്കും ഒരു മെഷീനല്ലേ ഈ ഫോൺ അല്ലേ. ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ നമ്മളൊരു ഫയൽ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ആർ യു ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ് ദിസ് ഫയൽ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഗോയിങ് ടു ബി പെർമനൻ്റ്ലി ഡിലീറ്റഡ് എന്ന് പറയും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ കൺഫേം ഡിലീഷൻ എന്ന് പറഞ്ഞിട്ടൊരു സൂചന ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ മെഷീനായിരുന്നിട്ട് കൂടി ഇത് അല്ലേ, നമുക്ക് ഡിലീറ്റ് ചെയ്യണോ കളയണോ. പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് നമ്മളെ ഈ മനുഷ്യൻ്റെ ബന്ധങ്ങളിൽ ശരിക്കും നമ്മളങ്ങനെയും ചിന്തിക്കുന്നില്ലല്ലോ. ചിന്തിക്കുന്നത് എൻ്റെ സമയത്തോളം ഞാൻ ചില സമയം ചിന്തിച്ചിട്ടുണ്ട്. അത് പൊതുവിലാണ് ഞാൻ പറയുന്നത്, പൊതുവിലില്ല, പക്ഷേ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ അങ്ങനെ ആയിട്ടുണ്ട്. അല്ല, അങ്ങനെ ആവണമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ സാധാരണ ഇപ്പോൾ ഞാനിപ്പോൾ ബൈജു ഒന്ന് പരിചയപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ പരിചയപ്പെടുന്നു, ഒരു ദിവസം പരിചയപ്പെടുന്നു, പിന്നെ നമ്മൾ ഒരു ചെറിയ രീതിയിൽ ആശയവിനിമയം നടന്നു, പിന്നെ അടുത്ത് വരുന്നു, ഇടയ്ക്കിടെ കാണുന്നു, അങ്ങനെ ഒരു ബന്ധം ഫോം ചെയ്താകുന്നതിന് വേണ്ടിയിട്ട് എത്ര സമയം എടുത്തിട്ടുണ്ടാവും അല്ലേ. കുറേ സമയത്തിന് ശേഷം നമ്മളൊരു ബന്ധമായി നമ്മളെ വിഷമങ്ങൾ, നമ്മളെ സങ്കടങ്ങൾ, നമ്മളെ പ്രയാസങ്ങളെല്ലാം നമ്മളൊരാളോട് പറയുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധം ശരിക്ക് രൂപപ്പെട്ട് വരിക. പക്ഷേ പലപ്പോഴും കാണുന്നത് വെച്ചാൽ അതിനേക്കാൾ മെച്ചപ്പെട്ട, അല്ലെങ്കിൽ എന്താ പറയുക, വേറൊരു സുഹൃത്തിനെ കിട്ടി, അല്ലെങ്കിൽ വേറൊരു പങ്കാളിനെ കിട്ടുമ്പോഴെന്ന് പറഞ്ഞാൽ പഴയതൊക്കെ മറന്ന് അങ്ങനെ ഒരു അല്ലേ. അപ്പം ശരിക്ക് നമ്മളൊരു കമ്പ്യൂട്ടറിലാണ് എങ്കിൽ, അല്ലെ, എല്ലാവരും ഫോണിലാണെങ്കിൽ അതൊരു സിസ്റ്റം എററാണ്. പക്ഷേ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സിംപ്ലി ഡിലീറ്റ് ചെയ്ത് കളയില്ലേ ഇന്ന്. അപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് നമ്മളൊരു ഇമോഷണൽ, എന്താ പറയുക, ഇത്രയും പ്രാധാന്യമുള്ളൊരു സംഗതിയിൽ മനുഷ്യർ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോൺ പോലും നമ്മളോട് ഡിലീഷൻ കൺഫേം ചെയ്യുമ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത്. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ അന്തവും കുന്തവും കിട്ടാത്തൊരു സ്ഥിതിയാണല്ലേ. ഒരു മെഷീൻ പോലും ഫയലുകൾ ഡിലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ നിങ്ങളോട് കൺഫേം ഡിലീഷൻ ചോദിക്കും. പക്ഷേ ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഡിസപ്പിയർ ആവുന്നതിനേക്കാൾ മുമ്പേ ഒരു വാക്ക് പോലും പറയാതെ പോയി കളയുന്നതാണ് മിക്കപ്പോഴും കണ്ടിട്ടുള്ളത്. അതല്ല ശരി. സംസാരിക്കണം. കാരണം ആ ബന്ധത്തിൽ അവരുടെ സമയമുണ്ട്, അവരുടെ വിശ്വാസമുണ്ട്, അവരുടെ സ്നേഹമുണ്ട്, അവരുടെ ഹൃദയമുണ്ട്. മനുഷ്യൻ ഫയലുകളല്ല. ഡിലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കൺഫേം ചെയ്തിരിക്കണം, സംസാരിച്ചിരിക്കണം.